നിങ്ങൾക്കറിയോ, സ്നേഹത്തിനും ഒരു ഭാഷ ഉണ്ടത്രേ. നമ്മൾ ഓരോ ആൾക്കാരും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഓരോ രീതിയിലാവുമല്ലേ. അതുപോലെ നമ്മൾക്ക് എങ്ങനെയാണ് തിരിച്ച് സ്നേഹം കിട്ടേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ലേ. അതിനെയാണ് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി 5 ടൈപ്പാണുള്ളത്. ഇതിൽ ആദ്യത്തെ ഏതാണെന്ന് വെച്ചാൽ വേർഡ്സ് ഓഫ് അഫിർമേഷൻ ആണ്. അത്തരക്കാർക്ക് എപ്പോഴും ഒരു അഷ്വറൻസ് കിട്ടിക്കൊണ്ടേയിരിക്കണം. ലൈക്ക് അവരുടെ പാർട്ട്ണർ അവരോട് എപ്പോഴും ഐ ലവ് യു, ഐ മിസ് യു എന്നൊക്കെ പറയുന്ന കേൾക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഹായ്, ഈ ഡ്രസ്സിൽ നീ നല്ല ക്യൂട്ടാണല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു ഭക്ഷണം കുക്ക് ചെയ്ത് തന്നാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സും ഒരു ലവും ഒക്കെ ഫീൽ ചെയ്യും. അതാണ് വേർഡ്സ് ഓഫ് അഫിർമേഷൻ. രണ്ടാമത്തെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ ടച്ചാണ്. അത്തരക്കാർക്ക് ജസ്റ്റ് കൈ പിടിച്ചിരിക്കാനും കൈ പിടിച്ച് നടക്കാനും ഹഗ് ചെയ്യാനും, ഇടയ്ക്കൊക്കെ പോയി ഒന്ന് ഹഗ് ചെയ്യാനും കിസ് ചെയ്യാനും, ഇപ്പോൾ ജോലിക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ കിസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അതൊക്കെ ആയിരിക്കും അവർക്ക് അവരെ ലൗഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ചിലപ്പോൾ അവരുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിന് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നണമെന്നില്ല. പക്ഷേ ഇവർക്ക് അതൊക്കെയാണ് ഭയങ്കര സംഭവം. അവർക്ക് ഇങ്ങനെ വെറുതെ കയ്യിൽ തൂങ്ങി നടക്കുക എന്നൊക്കെ പറയില്ല, അതൊക്കെ അവർക്ക് വലിയ സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇതൊക്കെയാണ് ഫിസിക്കൽ ടച്ചിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ.